നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാരി വാങ്ങാൻ വന്ന സ്ത്രീകൾക്കിടയിൽ അവരുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ആ സാരി കാണുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. എന്റെ കയ്യിൽ നിന്നും സാരിയും വാങ്ങി ഈ കാർഡ് അവിടെ വെച്ചിട്ട് ആ സ്ത്രീ പോയി കളഞ്ഞു. അതെ, സാരികൾ സ്റ്റാഫുകൾക്ക് വിതരണം ചെയ്യാനുള്ള സമയമായി. എല്ലാവരും പുറത്തേക്ക് വന്നാ നമുക്ക് ചടങ്ങ് നടത്താം. വാ, എല്ലാരും വാ. വാ മോളെ. നമസ്കാരം സർ. നമസ്കാരം. കുട്ടികളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. വാങ്ങിച്ചോളൂ. നന്നായി വരും. താങ്ക് യു. നമസ്കാരം സർ. സുഖല്ലേ? സുഖമാണ്. വാങ്ങിച്ചോളൂ. ഓക്കെ. എന്താ അമ്മയുടെ ഉദ്ദേശം? അമ്മയുടെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് പറയേ. ഞാൻ നിന്റെ അമ്മാവനെ അവൻ ഓർക്കാൻ തീരെ ആഗ്രഹിക്കാത്ത അവന്റെ ഭൂതകാലം ഓർമ്മിപ്പിക്കാൻ പോവാ. എങ്ങനെ? അതെ, അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ആ സാരികൾക്കിടയിലെ ആ മഞ്ഞ കലർന്ന പട്ടുസാരി കണ്ടു നീ? കണ്ടു. ആ സാരി കണ്ടാ മതി, ആ നിമിഷം നിന്റെ അമ്മാവന്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെടും. അത് ശരി, അങ്ങനെ വരട്ടെ. അതാണ് അമ്മ എത്ര കോൺഫിഡന്റ് ആയി നിൽക്കുന്നത്. വർഷം പിറന്നാൾ ദിനത്തില് എനിക്ക് പിങ്ക് കവറില് ഗ്രീറ്റിംഗ് കാർഡ് തരുന്ന ആള് ഈ പിറന്നാളിനും വരുമായിരിക്കോ? ഇന്ന് ഇതുവരെ എനിക്ക് കാർഡ് കിട്ടിയിട്ടില്ല. ഇത്തവണ എനിക്ക് ഗ്രീറ്റിംഗ് കാർഡ് കിട്ടുമായിരിക്കോ? സാരി കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണെന്ന് ചേച്ചിക്ക് അറിയില്ല. അവളുടെ സാരി കൊടുത്ത് എന്റെ മുന്നിൽ നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? ഇവള് വളർന്നത്ര വലുതായില്ലേ? എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് ഇവൾക്കറിയില്ലേ? ദൈവമേ, ആ സാരി ഇപ്പൊ വർമ്മ സാർ കണ്ട വലിയ കുഴപ്പമാവുമല്ലോ. നമസ്കാരം. സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടല്ലോ? കിട്ടുന്നുണ്ട് സർ. വാങ്ങിച്ചോളൂ.
വർമ്മ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സാർ വരൂ. ഏയ്, ഒന്ന് നിന്നേ. ഏയ്, ഏയ്, ഒന്ന് നിൽക്ക്. പോവില്ലെന്നാ പറഞ്ഞത്. മാഡം, എന്തു പറ്റി? എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന്? എന്റെ എല്ലാ പിറന്നാളും എനിക്ക് ദാ ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡ് അയക്കുന്ന ഒരാളുണ്ട്. അതാരാണെന്ന് എനിക്കറിയില്ല. ചില പിറന്നാളുകൾക്കൊക്കെ എനിക്ക് വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നും ഈ ഗ്രീറ്റിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണയും ഞാൻ അവരെ പ്രതീക്ഷിച്ചു. സാരി വാങ്ങാൻ വന്ന സ്ത്രീകൾക്കിടയിൽ അവരുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ആ സാരി കാണുമെന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. എന്റെ കയ്യിൽ നിന്നും സാരിയും വാങ്ങി ദേ ഈ കാർഡ് അവിടെ വെച്ചിട്ട് ആ സ്ത്രീ പോയി കളഞ്ഞു. മുഖം സാരി കൊണ്ട് മറച്ചിരുന്നു. ആരാണെന്ന് കാണാൻ സാധിച്ചില്ല. വിളിച്ചിട്ട് നിൽക്കണ്ടേ? അതാരാണ് ആ സ്ത്രീ? അവരെന്തിനാ എല്ലാ പിറന്നാളിനും മുടങ്ങാതെ മാഡത്തിന് കാർഡ് തരുന്നത്? അതല്ലേ എനിക്കും അറിയേണ്ടത്. കാർഡ് മുടങ്ങാതെ തരുന്ന ആളിന് എന്നെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ എന്താ? ശ്ശേ, എന്നോട് മാഡം ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ സ്ത്രീയെ കണ്ടുപിടിച്ച് തരില്ലായിരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.